വാഗ്ദത്തങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടും ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കുവാൻ കഴിയാതെ വണ്ണം നീ ഒതുങ്ങിക്കൂടിയവനെ പോലെ ഒറ്റയ്ക്കായതുപോലെ നീ തനിച്ചായ അവസ്ഥയിലാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ നോക്കി പറയുന്നു, നീ വീണു പോകത്തില്ല. നിന്നെ ഉയർത്തുന്നൊരു ദൈവത്തെയാണ് നീ ആരാധിക്കുന്നത്. നീ പ്രാർത്ഥിച്ചാൽ നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവത്തെയാണ് നീ ആരാധിക്കുന്നത്. നീ ഒന്ന് സ്തുതിച്ചാൽ നിൻ്റെ അധരങ്ങളിൽ കൂടെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ വലിയ ദൈവപ്രവർത്തികൾ നിനക്ക് മുമ്പിൽ തുറക്കപ്പെടുമെന്ന് ഈ ദിവസങ്ങളിൽ അതങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് പരിശുദ്ധാത്മാവ് നിന്നെ നോക്കി വിളിച്ചു പറയുന്നു. അസാധ്യങ്ങൾ നിന്റെ മുന്നിൽ സാധ്യമാവാൻ പോവുകയാ. തകർന്നു പോയി എന്ന് പറയുന്ന സാഹചര്യങ്ങളിൽ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ഒത്തിരി കരഞ്ഞിട്ടും നിന്റെ മുന്നിൽ വാതിലുകൾ തുറക്കാതെ പലതും അടഞ്ഞു നിൽക്കുമ്പോൾ നിന്റെ മുന്നിൽ വാതിലുകളെ തുറക്കുന്നൊരു സീസണിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ കരം പിടിച്ച് ഉയർത്താൻ പോവുകയാണ്. ഒരു യാക്കോബിനെ ഇസ്രായേലാക്കി മാറ്റിയതുപോലെ വാഗ്ദത്തം മതിക്കാതെ, പ്രവചന ശബ്ദങ്ങൾ മരിക്കാതെ നിൻ്റെ മുന്നിൽ ജീവനുള്ളതായി ഈ ദിവസങ്ങളിൽ ആ വാഗ്ദത്തങ്ങളിലേക്ക്, ആ പ്രവചന നിവർത്തീകരണങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് നിന്നെ കരം പിടിച്ച് കൊണ്ടുവരാൻ പോകുന്നു. നീ തകർന്നു പോകേണ്ടവനല്ല, നീ തകർന്നു പോകേണ്ടിയവളല്ല. നിൻ്റെ തലമുറകൾ ഒരിക്കലും പരാജയപ്പെട്ടു പോകേണ്ടതല്ല. ഉയർച്ച തന്നെ പ്രാപിക്കുമെന്ന് ദൈവത്തിൻ്റെ തിരുവചന സത്യങ്ങൾ നിന്നെ നോക്കി വിളിച്ചു പറയുമ്പോൾ ഈ ദിവസങ്ങളിൽ ഉയർച്ചയിലേക്ക് എത്തുവാൻ നിൻ്റെ മുന്നിൽ തടസ്സമായി നിൽക്കുന്നതിനെ നീ മാറ്റിക്കളഞ്ഞിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ, സമർപ്പണത്തോടുകൂടെ, സ്തുതി ആരാധനയോടുകൂടെ നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്ക്. നീ അത്ഭുതങ്ങളെ കാണും. നിൻ്റെ തലമുറകൾ അത്ഭുതങ്ങളെ കാണും. ലോകരാജ്യങ്ങളിൽ ദൈവരാജ്യത്തിന് വേണ്ടി നിൻ്റെ തലമുറകൾ ഉപയോഗിക്കപ്പെടുന്നത് നിൻ്റെ കണ്ണുകൊണ്ട് നീ കാണാൻ പോവുകയാണ്. ഈ ദിവസങ്ങളിൽ അസാധ്യങ്ങളുടെ മുന്നിൽ വലിയ സാധ്യതകളെ നീ കണ്ടുകൊണ്ട് നിൻ്റെ സ്റ്റെപ്പുകൾ മുന്നോട്ട് വെക്ക്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നീ ഒതുങ്ങിപ്പോയെടുത്ത്, നീ നഷ്ടമായി പോയി എന്ന് പറഞ്ഞ മേഖലകളിൽ ദൈവം നിൻ്റെ കരം പിടിച്ച് നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. അത്ഭുതങ്ങൾ നീ കാണാൻ പോകുന്നു. നിൻ്റെ സാമ്പത്തിക വിഷയമാണോ, രോഗമാണോ, ഏത് വിഷയത്തിനകത്താണോ നീ ഭാരപ്പെട്ടിരിക്കുന്നത്, ആ വിഷയത്തിനകത്ത് ദൈവം ഒരു ജയത്തെ തന്ന് നിന്നെ മാനിക്കാൻ പോകുന്നു. അത്ഭുതമായി, അനുഗ്രഹമായി അനേകരുടെ മുമ്പിൽ നീ ഒരു സാക്ഷ്യമായി മാറാൻ പോകുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. നീ അത്ഭുതങ്ങൾ കാണും. അസാധ്യങ്ങൾ നിൻ്റെ മുന്നിൽ തുറക്കപ്പെടും. ദൈവത്തിൻ്റെ മഹത്വം നീ കാണും. പ്രാർത്ഥനയോടെ ബ്രദർ റിനു ബേത്ലഹേം.